ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്: ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു മുട്ട. ഇത്രയുമാണ് ബാറ്ററിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഫില്ലിങ്ങിന് ഒരു അരമുറി തേങ്ങ ചിരകിയത്, ഒരു 5 ഏലക്ക പൊടിച്ചെടുത്തത്, പഞ്ചസാര ആവശ്യത്തിന്, നെയ്യ് ഒരു 1 ടീസ്പൂൺ, കാഷ്യൂ നട്ട്സ് ഓപ്ഷണലാണ്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഈ ബാറ്ററിലിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ സ്റ്റവിൽ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ ഇച്ചിരി കളർ കൂടിപ്പോയി. ഇത്ര ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവാൻ നമുക്ക് 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു തവി ബാറ്റർ ഒഴിച്ച് നന്നായി പരത്തിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 15 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 10 സെക്കൻഡ് മൂടാതെ വേവിക്കാം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി ഈ പാൻ കേക്കിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ പാൻ കേക്ക്സും നമുക്ക് റോൾ ചെയ്തെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.